Who will win here? സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്തിട്ടില്ല. Who will win, sir? കെ സുരേന്ദ്രൻ. ശ്രീ കെ സുരേന്ദ്രന്റെ വിജയം അനിവാര്യമാണ്. രാജ്യത്തിന്റെ നന്മയാണ് അതിൽ പ്രധാനം. കേരളത്തിൽ ഹിന്ദുക്കൾ ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്യാത്തത് എന്തിനാ? ഇത് ഹിന്ദുത്വത്തിന്റെയും ഞാന് കേരള കോൺഗ്രസ് സെക്യുലർ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന ചെയർമാനാണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളില് കള്ളക്കടത്ത് നടത്തുന്ന മുഖ്യമന്ത്രി കേരളത്തിൻ്റെതല്ലേ ഉള്ളൂ. ഇത്രയും അസാൻമാർഗികൾ, ഇത്രയും നിഷേധികൾക്കാണോ ജനം വോട്ട് ചെയ്യേണ്ടുന്നത്? വയനാട്ടിൽ വികസനം വരണം, ഈ നാട്ടിൽ നിൽക്കണം. നിയമനിർമ്മാണ സഭയിൽ എത്തേണ്ടുന്നത് ഈ നാടിനെ സ്നേഹിക്കുന്നവനാണ്. ಸೊ ಇನ್ನು ಬಿಜೆಪಿ ಅವರು ಕೂಡ ಇದ್ದಾರೆ. ಸೊ ಬನ್ನಿ ಬಿಜೆಪಿ ಅವರನ್ನು ಕೂಡ ಮಾತಾಡ್ಸೋಣ. ಅನ್ನಿ ರಾಜ ಅವರು ಕೂಡ ಕಮ್ಯುನಿಸ್ಟ್ ಪಾರ್ಟಿಯಿಂದ ಕಂಟೆಸ್ಟ್ ಮಾಡಿದ್ದಾರೆ. ನೋಡಿ, ಈ ತರ ವೆಹಿಕಲ್ಗಳು ಬರ್ತಾನೆ ಇರುತ್ತೆ ಕಾನ್ಸ್ಟೆಂಟ್ಲಿ. ಸೊ ಈ ರೀತಿಯಾಗಿ ಕ್ಯಾಂಪೇನ್ಗಳು ನಡೀತಾನೆ ಇರುತ್ತೆ ಕಾನ್ಸ್ಟೆಂಟ್ಲಿ. ಸೊ ಓಕೆ, ಡನ್. ಹೂ ವಿಲ್ ವಿನ್ ಹಿಯರ್? സുരേന്ദ്രൻ. സുരേന്ദ്രൻ. വൈ? സുരേന്ദ്രൻ ശക്തനായ ഒരു നേതാവാണ്. സുരേന്ദ്രൻ. ഓക്കെ, വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ് ഫ്രം സുരേന്ദ്രൻ? സുരേന്ദ്രേട്ടൻ ഈ നാട്ടിലെ അറിയുന്ന ഒരാളാണ്. ഈ നാട്ടുകാരെ അറിയുന്ന ഒരു നേതാവാണ്. ഓക്കെ, രാഹുൽ ഗാന്ധി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്തിട്ടില്ല. ഈ മണ്ഡലത്തിൽ ആകെ വന്നത് 7 വട്ടാറ്റ. ഇവിടെ ബി.ജെ.പി ട്രെൻഡ് ഇല്ലേ? ബി.ജെ.പി അടിപൊളിയാ. ബി.ജെ.പി. ಓಕೆ, ಸೂಪರ್. ಓಕೆ, ಏನೋ ಮಲಯಾಳಂ ಮ್ಯಾನೇಜ್ ಮಾಡಿ ಮಾತಾಡ್ತಾ ಇದ್ದೀನಪ್ಪ. ಹೂ ವಿಲ್ ವಿನ್, ಸರ್? ശ്രീ കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ. വൈ കെ സുരേന്ദ്രൻ? ദേശീയ ജനാധിപത്യ സഖ്യം ഈ രാജ്യത്ത് അധികാരത്തിലെത്തണം. അതിനെ കെ സുരേന്ദ്രൻ വിജയിക്കണം. പാർലമെന്റ് അംഗമാകണം. രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ അദ്ദേഹം എത്തണം. ഓക്കെ, വയനാടിന്റെ വികസനം, അതോടൊപ്പം രാജ്യത്തിന്റെ വികസനം, മോദിജിയുടെ വികസനം, അതാണ് സുരേന്ദ്രന്റെ വിജയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധി വേണ്ടേ? രാഹുൽ ഗാന്ധി അല്ലല്ലോ. രാഹുൽ ഗാന്ധിയൊക്കെ രാജ്യത്ത് 6 പതിറ്റാണ്ട് ഭരിച്ച് രാജ്യത്ത് കുഷ്ഠരോഗികളെയും ഈ രാജ്യത്തുള്ള ഭിക്ഷക്കാരെ എല്ലാം സൃഷ്ടിച്ചു. അത് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിജി. ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ നിറഞ്ഞ മനസ്സോടെയും തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയും ഭാരതീയന് തല ഉയർത്തി നിന്നുകൊണ്ട് നമുക്ക് 140 കോടി ജനങ്ങൾക്കും അഭിമാനകരമായിട്ട് വികസിത രാഷ്ട്ര സങ്കല്പത്തിലേക്കുള്ള പ്രയാണത്തിന് ശ്രീ കെ സുരേന്ദ്രന്റെ വിജയം അനിവാര്യമാണ്. രാജ്യത്തിന്റെ നന്മയാണ് അതിൽ പ്രധാനം. കേരളത്തിൽ ഹിന്ദുക്കൾ ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്യാത്തത് എന്തിനാ? ഇത് ഹിന്ദുത്വത്തിന്റെയും ഞാന് കേരള കോൺഗ്രസ് സെക്യുലർ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന ചെയർമാനാണ്. കല്ലടദാസ്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ കേരള കോൺഗ്രസ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും മലയോര മേഖലയിലെ കൃഷിക്കാരെയും പാവങ്ങളെയും അധസ്ഥിരെയുമാണ്. പുരാതനമായ റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് യാഥാസ്ഥികത്വത്തിന്റെ അരക്കില്ലങ്ങളായ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ച് കുടുംബപരമായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്ന എന്നെ പോലെയുള്ള 100 കണക്കിന് ദേശസ്നേഹികൾ സപ്പോർട്ട് ചെയ്യുന്നത്, പിന്താങ്ങുന്നത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിനെയാണ്. നമ്മൾ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ്, ബിഫോർ 2000 years ago, കിഴക്ക് നിന്ന് എത്തിയ സെന്റ് തോമസിനെ ആദരപൂർവം വരവേറ്റ നാട് ഭാരതമാണ്. ആ ഭാരതത്തിലെ ഹിന്ദു ജനതയുടെ സഹിഷ്ണുതയുടെ പര്യായമാണ് ഭാരതത്തിൽ ക്രിസ്ത്യാനിറ്റി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകാൻ സാഹചര്യം ഒരുക്കിയത്. ഇപ്പൊ ലോകത്തിലെ ഏത് രാഷ്ട്രങ്ങളിലെ മതവിഭാഗങ്ങളെ നോക്കിയാലും മതന്യൂനപക്ഷങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് നമ്മൾ ഈ നിന്ന് സംസാരിക്കുന്ന വയനാടൻ മേഖലയിലെ ഈ പ്രദേശത്ത് പോലും ക്രിസ്ത്യാനിറ്റിയെ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെയും പിന്നോക്കക്കാരനെയും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്
ഹിന്ദുത്വത്തിൻ്റെ മാനവികതയുടെ ലക്ഷണമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ കെ സുരേന്ദ്രൻ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കണം, ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്തിൻ്റെ അഭിമാനമായി വീണ്ടും വരണം എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ മൈനോറിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ഇന്ത്യ രാജ്യത്ത് മൈനോറിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഞാൻ പോപ്പിന് കീഴിലുള്ള, മാർപ്പാപ്പയ്ക്ക് കീഴിലുള്ള ആൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, ഒരു ലെയ്ത്തി കമ്മീഷൻ. കത്തോലിക്ക മെത്രാന്മാരുടെ നേതൃത്വത്തിലുള്ള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള CBCI എന്നറിയപ്പെടുന്ന ആ CBCIയുടെ കീഴിലുള്ള ആൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ്റെ സ്റ്റേറ്റ് മീഡിയ ചെയർമാനും സംസ്ഥാനത്തിൻ്റെ വക്താവുമാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാത്തവരാണ് NDA എങ്കിൽ ഒരിക്കലും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക്, യഥാർത്ഥ ന്യൂനപക്ഷക്കാരന്, ഒരു മുസ്ലിം മതവിശ്വാസിക്ക് NDA സഖ്യത്തോടൊപ്പം നിൽക്കാൻ കഴിയില്ല. ഇസ്ലാമിനോട് നമുക്കൊരു എതിർപ്പുമില്ല. ഇസ്ലാമിലെ തീവ്രവാദത്തോടാണ് നമ്മൾ സന്ധിയില്ലാ സമരം ചെയ്യുന്നത്. 100% ഇസ്ലാമിനെ വരവേറ്റ നാടാണ് ഭാരതവും ഈ കേരള ഭൂമിയും. ഈ സംസ്ഥാനത്താണ് ഇസ്ലാമിന് വേരോട്ടമുണ്ടായത്, കൊടുങ്ങല്ലൂരാണ്. കോഴിക്കോട് സാമൂതിരിയാണ് അവരുടെ സഹോദരിമാരെ, അവരുടെ അമ്മമാരെ, സഹോദരിമാരെയും ഈ അറബി നാട്ടിൽ നിന്നും എത്തിയ അറബികൾക്ക് സഹധർമ്മിണിമാരായി നൽകിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ലോകത്തിൽ ഏത് രാഷ്ട്രം നോക്കിയാലും ഭാരതത്തിലെ ഹൈന്ദവ ജനതയുടെ 100% സംയമനത്തിൻ്റെ മുഖമാണ് കാണുന്നത്. സംയമനം ഒരിക്കലും ബലഹീനതയല്ല, ആഢ്യതയുടെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രീ കെ സുരേന്ദ്രൻ ഇവിടെ വയനാട് പാർലമെന്റിൽ ജയിക്കണം. ആ പാർലമെന്റിൽ ജയിക്കുന്നതോടുകൂടി വയനാടിന്റെ പിന്നോക്കാവസ്ഥ, വയനാട്ടിലെ ദേശീയമായ കാഴ്ചപ്പാടോടുകൂടി ദേശീയ ഗവൺമെന്റിന്റെ, നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റും അടുത്ത 50 വർഷക്കാലം ഇന്ത്യയിലെ BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഗവൺമെന്റ് വരികയുള്ളൂ. ഞാൻ നിരന്തരമായി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നയാളാണ്. സാധാരണ കമ്പാർട്ട്മെന്റിൽ, സാധാരണ ട്രെയിനിൽ, ഒരു സാധാരണ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നയാളാണ്. ദൈനംദിനം വടക്കേ ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് 20-22 സംസ്ഥാനങ്ങൾ പിന്നിടുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുന്നയാളാണ് എല്ലാ മാസവും. അപ്പോൾ നിശ്ചയമായും ആയിരക്കണക്കിന് സ്നേഹിതന്മാരോട്, ഇന്ത്യക്കാരോട് സംസാരിക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായ കലാപകാരികൾ ഒഴിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും ഈ രാജ്യത്തോട് സ്നേഹമുണ്ടായിട്ടില്ല. ഒരു നാളിലും ചൈനയുടെ യുദ്ധം നടക്കുമ്പോൾ പോലും, ചൈന വാർ നടക്കുന്ന സമയത്ത് EMS എന്താ പറഞ്ഞത്? ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറഞ്ഞ ഭൂമിക്ക് വേണ്ടിയാണ് ഈ യുദ്ധം. ഇത് അനിവാര്യമായിരുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കൽ പോലും അവർ ദേശത്തോട് നിന്നിട്ടില്ല. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിളർപ്പിനെ നേരിട്ടതെന്നുള്ളത് ആശയപരമായിട്ടായിരുന്നില്ല. VS അച്യുതാനന്ദനെ പോലുള്ളവർ അവിടെ നിന്നും പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നത് എന്ത് എന്ന് ചിന്തിക്കണം. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആര്? ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളില് കള്ളക്കടത്ത് നടത്തുന്ന മുഖ്യമന്ത്രി കേരളത്തിൻ്റെതല്ലേ ഉള്ളൂ. ഇന്ത്യയിൽ ആകെ ഒരു സംസ്ഥാനത്താണുള്ളത്, ബാക്കി എല്ലാം പോയി. ഇന്ന് ചുവന്ന കൊടി എവിടെയുള്ളൂ? റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ. സ്റ്റേഷൻ മാസ്റ്റർ കൊടി വീശും ട്രെയിൻ കടന്നു പോകാനായി. അവിടത്തേക്ക് അതപ്പതിച്ചിരിക്കുന്നു ഇവർ. അത്തരമൊരു സാഹചര്യത്തിലാണ് കെ സുരേന്ദ്രൻ മരണം എന്ന് പറയുന്നത്. വയനാടിന്റെ മുഖച്ഛായ മാറും. ഇവർ രണ്ടെന്താ ഇവിടെ ചേരമ്പാടിക്കപ്പുറം ഒന്നല്ലേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും? രാജീവ് ഗാന്ധിയുടെ ഫോട്ടോ കുത്തിക്കൊണ്ടല്ലേ കമ്മ്യൂണിസ്റ്റുകാരനായ MP രാജ്യസഭാ അംഗം റഹീം നടക്കുന്നത്? നാണവും മാനവും കെട്ടവരല്ലേ? രാഹുൽ ഗാന്ധിയുടെ പടം
പോക്കറ്റിൽ കുത്തിയിട്ട് CPM-കാരൻ കളീക്കവിളയിലും ഇവിടെ വയനാട് ജില്ലയിലെ പൊൻകുഴിക്കപ്പുറമുള്ള ചേരമ്പാടിയിലും പ്രവർത്തിക്കുകയാണ്. ഇത്രയും അസാൻമാർഗികൾ, ഇത്രയും നിഷേധികൾക്കാണോ ജനം വോട്ട് ചെയ്യേണ്ടുന്നത്? വയനാട്ടിൽ വികസനം വരണം, ഈ നാട്ടിൽ നിൽക്കണം. നിയമനിർമ്മാണ സഭയിൽ എത്തേണ്ടുന്നത് ഈ നാടിനെ സ്നേഹിക്കുന്നവനാണ്. ഈ നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം അറിയാവുന്നവനായിരിക്കണം നിൽക്കേണ്ടത്. അതുകൊണ്ട് K. സുരേന്ദ്രൻ ജയിക്കും. ಓಕೆ, ನೋಡಿದ್ರಲ್ಲ ವೀಕ್ಷಕರೇ, ಸುದೀರ್ಘವಾಗಿ ಅವರು ಎಕ್ಸ್ಪ್ಲೇನ್ ಮಾಡ್ತಾ ಇದ್ರು ಮಲಯಾಳಂನಲ್ಲಿ. ಸುರೇಂದ್ರ ಅವರು ಈ ಸತಿ ಗೆಲ್ತಾರೆ, ಯಾವುದೇ ಅನುಮಾನ ಬೇಡ ಅದರಲ್ಲಿ. ಮತ್ತು ಎಷ್ಟೇ ವರ್ಷಗಳು ಕಳೆದರು, ಎಷ್ಟೇ ದಶಕಗಳು ಕಳೆದರೂ ನರೇಂದ್ರ ಮೋದಿ ಅವರೇ PM ಆಗಿ ಇರ್ತಾರೆ, ಈ ದೇಶವನ್ನು ಸಮೃದ್ಧಿಯ ತಕ್ಕೊಂಡೊಯ್ತಾರೆ ಅನ್ನುವಂಥದ್ದನ್ನು ಅವರು ಹೇಳ್ತಾ ಇದ್ರು. ಸೊ ಇದು ವಯನಾಡಿನಲ್ಲಿ ಯಾವ ರೀತಿ ಕ್ಯಾಂಪೇನ್ ನಡೀತಾ ಇದೆ ಅನ್ನುವಂಥದ್ದನ್ನು ಕವರ್ ಮಾಡುವಂತಹ ಒಂದು ಸಣ್ಣ ಪ್ರಯತ್ನ ನಮ್ದಾಗಿತ್ತು. ನೋಡ್ತಾ ಇರಿ ಹೆಲೋ ಹಿಂದೂ. ನಾನು ಸೈಯದ್ ಹಿದಾಯತ್ ಸೈನಿಂಗ್ ಆಫ್ ವಯನಾಡಿಂದ ಕ್ಯಾಮ್ರಾ ಪರ್ಸನ್ ದಯಾನಂದ ಜೊತೆ. ವಯನಾಡಿನಲ್ಲಿ ಸ್ಪರ್ಧಿಸುತ್ತಿರುವ ಯುವರಾಜ ರಾಹುಲ್ ಗಾಂಧಿಗೆ ಶುಭ ಕೋರುವವರು ವಿಜಯಾನಂದ ಎಸ್ ಕಾಶಪ್ಪನವರ್, ಶಾಸಕರು ಹುನಗುಂದ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರ. ಬದಲಾವಣೆಗಾಗಿ ವಯನಾಡುಗೆ ರಾಹುಲ್ ಗಾಂಧಿ ಮತ್ತೊಮ್ಮೆ. ಆನಂದ್, ಶಾಸಕರು ಕಡೂರು ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರ. ರಾಹುಲ್ ಗಾಂಧಿ ಗೆಲುವು ವಯನಾಡು ಅಭಿವೃದ್ಧಿಗೆ ಅನುವು. RV ದೇವರಾಜ್, ಮಾಜಿ ಶಾಸಕ, ಚಿಕ್ಕಪೇಟೆ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರ. ವಯನಾಡುಗೆ ಯುವ ಶಕ್ತಿ ರಾಹುಲ್ ಗಾಂಧಿ ಗೆಲ್ಲಿಸಿ. ಲಗ್ಗೆರೆ ಮಂಜುಳಾ ನಾರಾಯಣಸ್ವಾಮಿ, ಪಾಲಿಕೆ ಮಾಜಿ ಸದಸ್ಯರು. ನಾರಾಯಣಸ್ವಾಮಿ ಕಾಂಗ್ರೆಸ್ ಮುಖಂಡರು. ವಯನಾಡಿನಲ್ಲಿ ರಾಹುಲ್ ಗಾಂಧಿಗೆ ಗೆಲುವು ನಮ್ಮ ಧ್ಯೇಯ.